ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ. കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക, നടക്കാവ്, കോഴിക്കോട്, കേരളം. ഇന്ന് വായിക്കാൻ പോകുന്നത് ദുഃഖഭരിത, ബാബു വർഗീസ്. ദുഃഖഭരിത എന്നാണ് പഷ്തോ ഭാഷയിൽ മലാലയ്ക്ക് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. സ്വാത്തിൻ്റെ ദുഃഖഭരിതയാണിവൾ മലാല. ഇന്ന് ഇത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തിൻ്റെ കൂടി പേരാണ്. ഒക്ടോബർ 9 പകലിൽ താലിബാൻ്റെ തോക്കിൻ മുന്നിൽ ഇവൾ പിടഞ്ഞു വീഴുമ്പോൾ അവർ ആർത്തട്ടഹസിച്ചിരിക്കുക. സ്വാത്ത് താഴ്വര തൻ്റെ വീരപുത്രിയുടെ രക്തം കണ്ട് വിറങ്ങലിച്ചു പോയിട്ടുണ്ടാകാം. എന്നാൽ മലാല എന്ന ആ 14കാരുടെ രക്തം വെറുതെയാവില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലാല യൂസഫ്സായി എന്നത് ഇന്നൊരു പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ 9 മലാലയെ വെടിവെക്കുമ്പോൾ താലിബാൻ ക്രൂരതയ്ക്കൊരു ന്യായമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ കാവൽപ്പടയായ തങ്ങളെ അവൾ എതിർക്കുന്നു. സ്വാത്തിലെ ആയിരക്കണക്കായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്കായി അവൾ പ്രവർത്തിക്കുന്നു. നാഗരികമായ ഒരു ലോകത്താണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഇനിയും നമ്മൾ ചിന്തിച്ചു പോകുന്നു. ലോകത്തിൻ്റെ നെറുകയിലേക്ക് പുരുഷനൊപ്പം ഏത് മേഖലയിലേക്കും സ്ത്രീകൾ കടന്നു കയറുന്ന കാഴ്ച ഒരു ഭാഗത്ത് നാം കാണുമ്പോൾ മറുഭാഗത്ത് പെണ്ണിനെ അടിച്ചമർത്തുകയും തങ്ങളുടെ പരിധികൾ നിർത്തുന്നത് നമുക്ക് കാണേണ്ടി വരുന്നു. ഭരണാധികാര വരേണ്യ വർഗങ്ങൾ എന്ത് വില കൊടുത്തും ഈ അസമത്വത്തെ നിലനിർത്താനും ജനതയെ മുഴുവൻ ചൂഷണം ചെയ്യുന്നതിനുമായുള്ള ഉപകരണമായി അതിനെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നു. ഇവിടെയാണ് മലാലയുടെ വീക്ഷണങ്ങൾ വായിക്കപ്പെടേണ്ടത്. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയാണ് മലാല ജനിച്ചത്. അച്ഛൻ സിയാവുദ്ദീൻ യൂസഫ്സായി, അമ്മ തുർപ്പക്കൈ യൂസഫ്സായി. 2 ഇളയ സഹോദരന്മാർ, കുഷാൽ ഖാൻ, അപൽ ഖാൻ. മലാലയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കവിയും കുഷാൽ പബ്ലിക് സ്കൂൾ ഉടമസ്ഥനും സാമൂഹ്യ പ്രവർത്തനവുമായ പിതാവ് സിയാവുദ്ദീൻ യൂസഫ്സായിയുടെ വ്യക്തിത്വമാണ്. വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിനായുള്ള പോരാട്ടം തുടങ്ങിവെക്കുന്നതിൽ സിയാവുദ്ദീൻ്റെ പങ്ക് നിസ്സാരമല്ല. വിദ്യാഭ്യാസം ചെയ്യാനുള്ള എൻ്റെ മൗലിക അവകാശം എടുത്തു കളയാൻ താലിബാൻ എന്താണ് അധികാരം എന്നാണ് മലാല ചോദിക്കുന്നത്. ഇതിനുത്തരം നൽകേണ്ട ആധുനിക സമൂഹമാണ്, പാകിസ്ഥാനിലെ ഭരണാധികാര വർഗങ്ങളാണ്. ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് മലാല എഴുതി തുടങ്ങിയത്. BBC ഉറുദു ചാനലിൽ 2009 മൗലാന ഫസലുള്ളയുടെ നേതൃത്വത്തിലുള്ള താലിബാൻ മിലീഷ്യ സ്വാത്ത് താഴ്വരയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ടെലിവിഷനും സംഗീത പരിപാടികളെ നിരോധിക്കുകയും സ്ത്രീകൾക്കുമേൽ സർവ്വവിധ അസ്വാതന്ത്ര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്ന കാലമായിരുന്നു അത്. അക്കാലത്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ട പോലീസുകാരുടെ ഉടലുകൾ തെരുവുകളിൽ തൂങ്ങിക്കിടക്കുക പതിവായിരുന്നു. സ്വാത്ത് താഴ്വരയിലെ അക്രമങ്ങളും രാഷ്ട്രീയവും ഞങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് താലിബാൻ മിലീഷ്യയ്ക്ക് കീഴിൽ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അധികമൊന്നും അറിയില്ലായിരുന്നു എന്ന് BBC മുൻ എഡിറ്റർ മിർസ വഹീദ് വ്യക്തമാക്കുന്നുണ്ട്. മലാലയുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കാകുലരായിരുന്ന BBC എഡിറ്റർമാർ ഒരു തൂലികാനാമം സ്വീകരിക്കുമ്പോൾ മലാലയെ നിർബന്ധിപ്പിച്ചു. പഷ്തൂർ നാടോടിക്കഥകളിലെ ധീരവനിതയായ ഗുൽമഗായ് എന്ന ഇതിഹാസ നായികയുടെ പേര് അങ്ങനെ മലാല തൻ്റെ എഴുത്തിനായി തിരഞ്ഞെടുത്തു. 2009 ജനുവരി 3 മലാലയുടെ ആദ്യ ഡയറിക്കുറിപ്പ് BBC പോസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ബ്ലോഗ് മലാലയെ പ്രശസ്തയാക്കി. അവൾ എഴുതുന്ന കുറിപ്പുകൾ റിപ്പോർട്ടർക്ക് കൈമാറുകയും അദ്ദേഹം അത് സ്കാൻ ചെയ്ത് ഇമെയിൽ ചെയ്യുകയുമായിരുന്നു. പതിവ്. സ്വാത്ത് താഴ്വരയിലെ ആദ്യ യുദ്ധത്തിൻ്റെ നാളുകളിലെ മലാലയുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥ ബ്ലോഗിലെ ആദ്യ ദിനക്കുറിപ്പുകളിൽ തന്നെ പ്രകടമായി. പാക് സൈന്യവും താലിബാനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൻ്റെ നാളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനാവസരം നഷ്ടപ്പെടുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്തതിൻ്റെ കഥകൾ അങ്ങനെ പതിയെ തീക്ഷ്ണമായ വരികളിലൂടെ ലോകം വായിക്കാൻ തുടങ്ങി. 2009 ജനുവരി 15 ശേഷം ഒരു വിദ്യാർത്ഥിനിയും സ്കൂളിൽ പോകരുതെന്ന് മിങ്കോറ ടൗണിൽ താലിബാൻ ഉത്തരവിറക്കിയിരുന്നു. അതിനോടകം തന്നെ 100-ൽ പരം സ്കൂളുകൾ താലിബാൻ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. നിരോധനത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ സ്കൂൾ യൂണിഫോമുകൾ ധരിക്കരുതെന്നും
സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും അങ്ങനെയായാൽ താലിബാൻ സൈനികരുടെ ശ്രദ്ധയിൽപ്പെടുകയില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ മലാലയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇത് മലാലയ്ക്ക് സ്വീകാര്യമായി തോന്നിയില്ല. അവൾ എഴുതി, ഞാൻ എൻ്റെ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം തന്നെ ധരിക്കാൻ തീരുമാനിച്ചു. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരികയും സ്കൂളിനൊരു ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഊഷ്മളത ലഭിക്കുകയും ചെയ്തു. തൻ്റെ ബ്ലോഗിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഒരു പ്രാദേശിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത് വായിക്കുവാൻ മലാലയ്ക്ക് അവസരമുണ്ടായി. ഡയറി കുറിപ്പുകൾ പത്രത്തിൽ വന്നത് വായിച്ച ഒരാൾ സിയാവുദ്ദീനോട് എത്ര മനോഹരമാണ് ഈ കുറിപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ തൻ്റെ മകളാണ് എഴുതിയത് എന്ന് വെളിപ്പെടുത്താനാവാതെ നിസ്സഹായതയിൽ കലർന്ന ഒരു ചിരിയിൽ പ്രതികരിക്കാനേ ആ പിതാവിന് കഴിയുമായിരുന്നുള്ളൂ. നിരോധനത്തിന് ശേഷം ആ പ്രദേശത്തെ സ്കൂളുകൾ തകർക്കുക എന്ന താലിബാന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. ജനുവരി 19 മലാല ഇങ്ങനെ എഴുതി, 5 സ്കൂളുകൾ കൂടി അവർ തകർത്തു. അതിലൊന്ന് എൻ്റെ സമീപത്തുള്ളതായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഈ സ്കൂളുകൾ അടച്ചുപൂട്ടിയതാണ്. പിന്നെ എന്തിനാണ് അവ തകർക്കുന്നത്? പക്ഷേ തൻ്റെ വിദ്യാഭ്യാസം നിർത്തുന്നതിനെക്കുറിച്ച് മലാല ചിന്തിച്ചതേയില്ല. 5 ദിവസത്തിന് ശേഷം തൻ്റെ ബ്ലോഗിൽ അവൾ പരീക്ഷകൾക്ക് തയ്യാറാകുന്നതിനെക്കുറിച്ച് എഴുതി. ഞങ്ങളുടെ വാർഷിക പരീക്ഷകൾ അവധിക്കാലത്തിന് ശേഷം നടക്കേണ്ടതാണ്. പക്ഷേ താലിബാൻ വിദ്യാർത്ഥിനികളെ സ്കൂളിൽ പോകുവാൻ അനുവദിച്ചാൽ മാത്രമേ പരീക്ഷകൾ സാധ്യമാവൂ. പരീക്ഷയ്ക്ക് ചില അധ്യായങ്ങൾ പഠിക്കുവാൻ അധ്യാപകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കുന്നതായി അനുഭവപ്പെടുന്നതേയില്ല. പാക് സേനയുടെ സൈനിക നടപടികളും മലാലയുടെ വിമർശനത്തിന് വിധേയമായി. ഡസൻ കണക്കിന് സ്കൂളുകൾ തകർക്കപ്പെടുകയും 100 കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ മാത്രമേ പാക് സൈന്യം അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ചിന്തിക്കുന്നുള്ളൂ. സൈന്യം അവരുടെ ചുമതലകൾ ശരിയാവണ്ണം നിർവഹിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ജനുവരി 22 കുറിപ്പിൽ അവൾ എഴുതി. മറ്റൊരു കുറിപ്പിങ്ങനെ, പാക് ജനതയുടെ പ്രീതി പിടിച്ചുപറ്റുന്നതിനായി പാക് സൈന്യം ഹെലികോപ്റ്ററുകളിലൂടെ മിഠായി വർഷം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഞങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി മിഠായികൾക്കായി കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ മിഠായി വർഷം മാത്രം തുടർന്നില്ല. 2 ദിവസത്തിന് ശേഷം മാതാപിതാക്കളോടൊപ്പം ഇസ്ലാമാബാദിലേക്ക് യാത്ര ചെയ്തു. യുദ്ധക്കെടുതികൾ മൂലമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും സ്വാത്ത് താഴ്വരയുമായ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിനെ താരതമ്യം ചെയ്യാതിരിക്കാൻ മലാലയ്ക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ സ്വത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാമാബാദ് നഗരത്തിൽ സ്വാഭാവിക ഭംഗിയില്ല. ഇസ്ലാമാബാദിന് ശേഷം മലാല കുടുംബത്തോടൊപ്പം പെഷവാറിലേക്ക് പോയി. അവിടെ ഏതാനും ദിവസം ബന്ധുക്കളോടൊപ്പം താമസിക്കുകയും ചെയ്തു. തൻ്റെ 5 വയസ്സായ സഹോദരനെയും കുറിച്ച് മലാല എഴുതുന്നു. അവൻ്റെ ദിവസം പുൽത്തകടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ചെയ്യുന്നത് എന്ന ഉപ്പ ചോദ്യത്തിന് അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ ശവക്കുഴി നിർമ്മിക്കുകയാണ്. മറ്റൊരു ദിവസം ബെണ്ണുവിലേക്കുള്ള റോഡിൽ അവരുടെ ബസ് ഒരു ഗട്ടറിൽ ഇടിച്ചിറങ്ങി. ഞെട്ടി ഉണർന്ന 10 വയസ്സുകാരനായ സഹോദരൻ അമ്മയോട് ചോദിച്ചത് അതൊരു ബോംബ് സ്ഫോടനമായിരുന്നു എന്നാണ്. ബണ്ണുവിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. എന്നാൽ സുഗമമായ നടത്തത്തിന് തടസ്സമായതിനാൽ ശിരോവസ്ത്രം ധരിക്കാൻ മലാല തയ്യാറായിരുന്നില്ല. 2009 ഫെബ്രുവരിയോടെ മലാല സ്വാത്തിൽ തിരിച്ചെത്തി. പക്ഷേ ഗേൾസ് സ്കൂളുകൾ അപ്പോഴും അടഞ്ഞു തന്നെ കിടന്നിരുന്നു. ഗേൾസ് സ്കൂളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആൺകുട്ടികൾക്കായുള്ള സ്വകാര്യ സ്കൂളുകളും ഫെബ്രുവരി വരെ തുറന്ന് പ്രവർത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചു. തീരുമാനം ജനമധ്യേ അറിയിക്കുന്നതിനായി നോട്ടീസുകളും സ്വാത്ത് നഗരത്തിൽ കാണാമായിരുന്നു. പക്ഷേ അത്തരം നോട്ടീസുകളൊന്നും ഗേൾസ് സ്കൂളുകളുടെ പരിസരത്ത് പ്രദർശിപ്പിച്ചിരുന്നില്ല. ഫെബ്രുവരി 7 മലാലയും സഹോദരനും ജന്മനഗരമായ മിങ്കോറയിൽ തിരിച്ചെത്തി. പക്ഷേ മിങ്കോറ നഗരവീഥികൾ വിജനമായിരുന്നു. കനത്ത നിശബ്ദം നഗരത്തെ പൊതിഞ്ഞു നിൽക്കുന്നിരുന്നു. അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങുന്നതിന് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി. പക്ഷേ രാത്രി വൈകുവോളം തുറന്നിരിക്കാനുള്ള ആ സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയിരുന്നു. പട്ടു ഷോപ്പുകളും അടഞ്ഞു കിടന്നു. മലാല ബ്ലോഗിൽ എഴുതി, മലാലയുടെ വീട് ആക്രമിക്കപ്പെടുകയും വീട്ടിലെ ടെലിവിഷൻ സെറ്റ് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആൺകുട്ടികൾക്കുള്ള സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ശേഷം പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് താലിബാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളുകൾ തുറക്കുവാൻ താലിബാൻ അനുവദിച്ചിരുന്നില്ല. 700 വിദ്യാർത്ഥികളുള്ള സ്കൂളിൽ 70 പേർ മാത്രമാണ് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നത്. ഫെബ്രുവരി 9 മലാലയുടെ വീട്ടിലെ പരിചാരിക മലാലയ്ക്ക് ചില സൂചനകൾ നൽകിയിരുന്നു. സ്വത്തിലെ ജീവിതം സുരക്ഷിതമല്ലെന്നും അവരുടെ ഭർത്താവ് ആട്ടക്കിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചു. മലാല തൻ്റെ ബ്ലോഗിൽ ഇങ്ങനെ എഴുതി, ജനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ജന്മദേശം വിട്ടുപോവുകയില്ല. ദാരിദ്ര്യവും പ്രണയവും മാത്രമേ ഒരാളെ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാക്കൂ. വിദ്യാഭ്യാസം എല്ലാ പെൺകുട്ടികൾക്കും അത് ലഭ്യമാകണം. അത് അവരുടെ മൗലിക അവകാശമാണ്. അതിനായി ഏതറ്റം വരെ പോകാനും മലാല തയ്യാറായിരുന്നു. സാമൂഹ്യ വികാസ ക്രമത്തിൻ്റെ
ചക്രങ്ങളെ തടഞ്ഞു നിർത്തുക എന്ന ചരിത്രപരമായ വിഡ്ഢിത്തമാണ് താലിബാൻ അവകാശ നിഷേധത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് പരിഷ്കൃത ജനത തള്ളിക്കളയണമെന്നും വ്യക്തമാണ്. സ്വതന്ത്ര പത്രപ്രവർത്തകനാണ് ഈ ലേഖകൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഡോക്യുമെൻ്ററി തിരക്കഥ. അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.